ഈ വീടില്ലാത്ത 25 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സഹോദരങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കോട്ടയം പാലാ കരൂരിലെ മാത്യു അലക്സാണ്ടറും സഹോദരങ്ങളുമാണ് മാതാപിതാക്കൾ ഓർമ്മയ്ക്കായി കാരുണ്യ പദ്ധതി നടപ്പാക്കുന്നത്. 4.5 കോടി രൂപ മുടക്കി 25 വീടുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇവർ നിർമ്മിച്ചു നൽകുന്നു. പണി പൂർത്തിയാക്കി 11 വീടുകൾ ഇന്നാണ് കൈമാറുക. കരൂർ ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻ ചാണ്ടിക്കും ഭാര്യ സിസിലിക്കും 9 മക്കളാണ്. പരസ്പര സ്നേഹത്തിൻ്റെ നല്ല പാഠം പകർന്ന ആ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വീടുകൾ ഇവർ സമർപ്പിക്കുന്നത്. ഒന്നും രണ്ടുമല്ല 25 കുടുംബങ്ങൾക്കാണ് കിടപ്പാടം നിർമ്മിച്ചു നൽകുന്നത്. അതിൽ പണി പൂർത്തിയായ 11 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പ്രവാസിയായ മാത്യു അലക്സാണ്ടറിന്റെ ആശയത്തിന് മറ്റ് സഹോദരങ്ങളും ഒപ്പം നിന്നപ്പോൾ മനോഹരമായ ഭവനങ്ങളാണ് ഒരുങ്ങിയത്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഒരിക്കലും ഒരു പബ്ലിസിറ്റിക്കോ അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇതിന്റെ ആദ്യമായ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പലർക്കും ഇതുപോലെ കൊടുക്കാനും ചെയ്യാനും കഴിയുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഒരു മാതൃകയാകട്ടെ എന്നുള്ള ഇതാണ്. കരൂർ വൈദ്യശാലപ്പടിയിൽ 3 ഏക്കർ സ്ഥലത്താണ് വീടുകൾ നിർമ്മിക്കുന്നത്. 10 സെന്റ് സ്ഥലത്ത് 15 ലക്ഷം രൂപയുടെ വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3 കിടപ്പുമുറികൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. 3 ബെഡ്റൂം ഉണ്ട്, പിന്നെ ഒരു കിച്ചൺ, പിന്നെ ഒരു ബാത്റൂം, പിന്നെ ഒരു ലൗഞ്ചായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ, പിന്നെ ഒരു തിണ്ണ, പിന്നെ ഒരു 8-10 സെന്റിലുള്ള വീടുകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് വീട് നൽകുന്നത്. ഇവിടെ താമസിക്കുന്നവരുടെ മക്കളുടെ പഠനവും ഏറ്റെടുക്കാൻ ഇവർ ആലോചിക്കുന്നുണ്ട്. സ്വത്തിനു വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്ന കാലത്താണ് ഈ സഹോദരങ്ങൾ വ്യത്യസ്തരാകുന്നത്. എന്തായാലും നമ്മുടെ നാടിന് ഒരു നല്ല മാതൃകയാകുകയാണ് ഈ 9 പേരും. കോട്ടയത്തെ നാരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.